നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SIRന് തുടക്കം. ആദ്യ എലിമിനേഷൻ ഫോം ഗവർണർക്ക് നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കരുതെന്ന് ഗവർണർ. SIR ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രിയങ്ക ഗാന്ധി. PM-ശ്രീ പിന്മാറ്റത്തിന് ശേഷം CPIക്കെതിരെ തുറന്നടിച്ച് മന്ത്രി വി ശിവൻകുട്ടി. CPI മന്ത്രിമാരുടെ പ്രസ്താവനയും AISF പ്രതിഷേധങ്ങളും വേദനിപ്പിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഖേദം പ്രകടിപ്പിച്ച് AISF. CPM നിലപാട് CPIയെ കബളിപ്പിക്കാനെന്ന് VD സതീശൻ. PM-ശ്രീയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ നേരിടേണ്ടത് സങ്കീർണ നടപടികൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കടമ്പകളേറെ. മറ്റന്നാൾ മുതൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കണ്ടെത്തേണ്ടത് 10,000 കോടി രൂപ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്ന് കോൺഗ്രസ്. സമരം ഉപേക്ഷിക്കില്ലെന്നും സമരത്തിന്റെ രൂപം മാറുമെന്നും ആശാപ്രവർത്തകർ. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് ഇളവ്. 6 മാസത്തേക്ക് അമേരിക്ക ഉപരോധം നടപ്പാക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിൽ സമവായം. വ്യാപാര കരാർ 1 വർഷം കൂടി നീട്ടി. ചൈനയ്ക്ക് മേലുള്ള തീരുവ 10% കുറയ്ക്കുമെന്ന് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ്. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ ഇനി മുതൽ ലഭിക്കുന്നത് പാസ്പോർട്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള RFID ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകളുടെ വിതരണം ആരംഭിച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പദ്ധതി നടപ്പാക്കിയതിനെ സ്വാഗതം ചെയ്ത് പ്രവാസികൾ. വിശദമായി നോക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കേരളത്തിൽ തുടക്കം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് എന്യൂമറേഷൻ ഫോം നൽകിയാണ് SIRന് തുടക്കമായത്. യോഗ്യരായ ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ഗവർണർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. അതേസമയം SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് എന്യൂമറേഷൻ ഫോം നൽകിയാണ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടികൾക്ക് ആരംഭമായത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ഖേൽക്കർ ആദ്യ എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് നൽകി. പുതുക്കിയ വോട്ടർ പട്ടികയിൽ യോഗ്യരായ ഒരാളെയും ഒഴിവാക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് സമഗ്രവും തെറ്റില്ലാത്തതുമായ വോട്ടർ പട്ടിക അനിവാര്യമാണ്. വേഗത്തിലുള്ളതും പിശകുകളില്ലാത്തതുമായ പുനരവലോകനത്തിനായി ജനങ്ങൾ സഹകരിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. എന്യൂമറേഷൻ ഫോമിന്റെ അച്ചടി പൂർത്തിയാക്കി സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്കുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. അതേസമയം SIRനോടുള്ള എതിർപ്പ് കോൺഗ്രസും ഇടതുപക്ഷവും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. SIR ജനാധിപത്യ വിരുദ്ധമെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. രാജ്യത്ത് എവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിശക്തമായി എതിർക്കുമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. And of cheating elections. We have seen that before. We've seen what they've done in Bihar and how they have implemented the SIR over there. PM-ശ്രീയിൽ CPM-ഉം CPI-യും കൈകോർത്തെങ്കിലും അമർഷം പരസ്യമാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. GR അനിലിന്റെയും പ്രകാശ് ബാബുവിന്റെയും പരാമർശങ്ങൾക്കെതിരെ പരസ്യമായി മന്ത്രി രംഗത്ത് വന്നു. എന്നാൽ MA ബേബിയെ ഫോണിൽ വിളിച്ച് തന്റെ പരാമർശത്തിൽ പ്രകാശ് ബാബു ഖേദം പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളിൽ AISF-ഉം ഖേദം പ്രകടിപ്പിച്ചു. CPI ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായതോടെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയ CPM പരിഹാര ഫോർമുല മുന്നോട്ട് വെച്ച് പ്രശ്നം അവസാനിപ്പിച്ചെങ്കിലും പക്ഷേ അതൃപ്തിയും അമർഷവും മറച്ചുവെക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിനിടയിലും പറയാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ പറയുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും അതൃപ്തി പ്രകടമായിരുന്നു. എന്നാൽ PM-ശ്രീയിൽ എല്ലാവരും പ്രതിക്കൂട്ടി നിർത്തുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാകട്ടെ CPIയോടുള്ള അമർഷവും വിമർശനവും ഇന്ന് പരസ്യമാക്കുകയും ചെയ്തു. MN സ്മാരകത്തിൽ അനുനയ ചർച്ചയ്ക്കെത്തിയ വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച GR അനിലിന്റെ പരാമർശത്തോട് കടുത്ത വിമർശനമാണ് ശിവൻകുട്ടി ഉയർത്തിയത്. MA ബേബിക്കെതിരായ പ്രകാശ് ബാബുവിന്റെ പരാമർശത്തെയും ശിവൻകുട്ടി വിമർശിച്ചു. AIYF എന്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. കാരണം നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് എന്റെ കോലം കത്തിച്ചത് ശരിയായില്ല.
എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. പിന്നെ ബിനോയ് വിശ്വം സഖാവിനെ കാണാൻ വേണ്ടി ആഫീസിൽ ചെന്നപ്പോ ബിനോയ് വിശ്വം നന്നായിട്ടാണ് സ്വീകരിച്ചത്, നന്നായിട്ടാണ് പെരുമാറിയത്, നല്ല വർത്താനമാണ് പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം സമവായത്തിലെത്തിയപ്പോൾ തന്നെ MA ബേബിയെ ഫോണിൽ വിളിച്ച് പ്രകാശ് ബാബു അഭിവാദ്യം പറയുകയും ഒപ്പം അദ്ദേഹത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പ്രതിപക്ഷ സംഘടനകളെ പോലെ AYF നടത്തിയ പ്രതിഷേധങ്ങൾ വേദനിപ്പിച്ചുവെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ ഖേദപ്രകടനവുമായി യുവനേതാക്കൾ രംഗത്ത് വന്നു. നിലപാട് തിരുത്താനാണ് ശ്രമിച്ചതെന്നും ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PMC പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ നേരിടുന്നത് സങ്കീർണമായ പ്രശ്നങ്ങൾ. മന്ത്രിസഭാ ഉപസമിതിക്ക് കേന്ദ്ര പദ്ധതിയിന്മേൽ കൂടുതൽ പുനഃപരിശോധന നടത്താനും കഴിയില്ല. കേരളത്തിന് ഏകപക്ഷീയമായ നിലപാടെടുക്കാനാകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയാൽ മറ്റൊരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കും. സാമ്പത്തിക ഞെരുക്കത്തിനിടെ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം കേരളത്തിന് കിട്ടേണ്ട കോടികളുടെ ഫണ്ടുകൾ പാഴാക്കിയെന്ന ആക്ഷേപത്തിനും സർക്കാർ മറുപടി നൽകേണ്ടി വരും. PM-ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കരാർ റദ്ദാക്കാനും പിൻവലിക്കാനും അധികാരമുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മാത്രമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പാക്കുമെന്നും PM-ശ്രീ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകളുടെ പ്രധാന ലക്ഷ്യം ഇതാണെന്നും MOU പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് ഏത് രീതിയിലുള്ള പുനഃപരിശോധനയാകും പദ്ധതിയിന്മേൽ നടത്താനാവുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തു മാറ്റം വരുത്തിയാലും കേന്ദ്രമാണ് അന്തിമമായ അംഗീകാരം നൽകേണ്ടത്. ഒപ്പിട്ട് കഴിഞ്ഞ പദ്ധതി എത്ര കാലം മരവിപ്പിച്ച് സംസ്ഥാനത്തിന് നീട്ടിക്കൊണ്ടുപോകാനാകും എന്നതും മറ്റൊരു ചോദ്യമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി കത്തയക്കുമ്പോൾ കേന്ദ്രത്തിന്റെ തുടർ നീക്കവും ഈ വിഷയത്തിൽ പ്രധാനമാണ്. സർവശിക്ഷാ അഭിയാനിൽ 300 കോടി രൂപ കേരളത്തിന് അനുവദിക്കാനിരിക്കുമ്പോഴാണ് PM-ശ്രീയിൽ നിന്ന് പിന്നോട്ടു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ഫണ്ടുകളും കേരളത്തിന് ലഭ്യമാകില്ല എന്നതും ഉറപ്പായി കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ മുന്നോട്ടു പോകുമ്പോഴാണ് മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളത്തിന് കിട്ടാവുന്ന കേന്ദ്ര ഫണ്ടിന്റെ കാര്യം പ്രതിസന്ധിയിലാകുന്നത്. അതേസമയം PM-ശ്രീയിൽ നിന്ന് കേരളത്തിലെ ഏകപക്ഷീയമായി പിന്മാറാനാകില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്താൽ നിയമ പോരാട്ടത്തിനായി കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും. കേന്ദ്രവുമായി അതിവേഗത്തിൽ ഒപ്പിടുകയും അതിവേഗത്തിൽ പിന്മാറുകയും ചെയ്ത PM-ശ്രീയുടെ കാര്യത്തിൽ കേരളം നേരിടാൻ പോകുന്ന സങ്കീർണതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. PM-ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചത് CPIയെ പറ്റിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരും അറിയാതെ പോയി ഒപ്പുവച്ചതിന് ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് PM-ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേരളം കടക്കണിയിലേക്ക് പോവാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ടാണ് PM-ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പം എവിടെന്നാ പൈസ വന്നത്? PM-ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹമെന്നും കരാറിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കരുതുന്നതെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്കിടെ സർക്കാരിന് പുതിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കടമ്പകളേറെയാണ്. നവംബർ 1 മുതൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് അധികമായി കണ്ടെത്തേണ്ടത് 10,000 കോടി രൂപയാണ്. സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസമെന്ന് ധനമന്ത്രി എത്ര തന്നെ ആവർത്തിച്ചാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള മാർഗങ്ങളാകും സർക്കാർ തേടുക. വരുമാനത്തിന്റെ ഏറിയ പങ്കും ശമ്പളം, പെൻഷൻ, പരിശീലനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നിലവിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും പണമില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശികയാണ്. 1 വർഷത്തോളം പെൻഷൻ കുടിശ്ശികയുള്ള പല ക്ഷേമനിധി ബോർഡുകൾ വേറെ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA/DR കുടിശ്ശിക പോലും നൽകാനാകുന്നില്ല. നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷനായ 1600 രൂപ നൽകുന്നത് പോലും പെൻഷൻ കമ്പനി രൂപീകരിച്ചാണ്. ഈ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും അധിക ബാധ്യതയുടെ പേരിലാണ് കേന്ദ്രം പല വിഹിതവും വെട്ടിക്കുറച്ചിട്ടുള്ളത്. ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നതിനെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നിലപാടിനെതിരെ നിയമ പോരാട്ടം വരെ നടത്തുകയാണ് കേരളം. GST ഉൾപ്പെടെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതിൽ കേരളം കടുത്ത ഞെരുക്കത്തിലുമാണ്. ഈ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് വീണ്ടും 10,000 കോടി അധിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. PM-ശ്രീയിൽ നിന്ന് പിന്മാറുന്നതോടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പല ഫണ്ടും അവതാളത്തിലാകും. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലാകുമ്പോൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനായി മറ്റു മാർഗങ്ങൾ സർക്കാരിന് തേടേണ്ടി വരും. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നത് തന്നെയാകും സർക്കാരിന് മുന്നിലെ ഏക വഴി. ഇപ്പോൾ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ 25% പോലും
സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടുതൽ കടക്കണിയിലേക്കാകും തള്ളിവിടുക എന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. 4.5 കൊല്ലം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു സർക്കാർ. LDF അധികാരത്തിൽ വരും മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണെന്നും 4.5 കൊല്ലം ഇത് ചെയ്തില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു എന്നത് CPM ക്യാപ്സൂളാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവായത്. തുടർന്ന് ഇയാളെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. നാളെ വീഡിയോ കോൺഫറൻസിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അടുത്ത മാസം 3-ന് ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കേസിലെ 2-ാം പ്രതി മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധിയും നാളെ അവസാനിക്കും. ശബരിമലയിൽ സഹായികളായി എത്തുന്ന അവതാരങ്ങളെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് മേൽശാന്തിക്ക് സഹായികളെ നൽകാൻ ബോർഡ് ആലോചിക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ഇതിനായി തെരഞ്ഞെടുക്കും. നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളാണ്. സഹായികൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുമെന്നും പ്രശാന്ത് കൊച്ചിയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് US ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് 6 മാസത്തെ ഇളവ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വ്യാപാര കരാറിനായി ഇന്ത്യയും US തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ വ്യാപക ഉപരോധങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ മാസം മുതൽ തുറമുഖത്തിന് US ഉപരോധം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ചബഹാർ. ചബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി 2018 നൽകിയ ഉപരോധ ഇളവായിരുന്നു സെപ്റ്റംബറിൽ US പിൻവലിച്ചത്. 2018 ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് പ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴിയിലെ പ്രധാന ഹബ്ബാണ് ചബഹാർ എന്ന പ്രത്യേകതയുമുണ്ട്. ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 10% കുറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുസാങ്ങിലെ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് 57% നിന്ന് 47% കുറച്ചത്. നിലവിലെ കരാർ 1 വർഷം കൂടി നീട്ടാനും തീരുമാനമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സഹകരണം മെച്ചപ്പെടുത്താൻ തുടർ ചർച്ചകളുണ്ടാകും. ഇതിനായി ട്രംപ് ഏപ്രിലിൽ ചൈന സന്ദർശിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ധാതുവസ്തുക്കളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുവെന്നും ഇനി വിതരണത്തിനോ വ്യാപാരത്തിനോ തടസ്സമുണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വീണ്ടും വാങ്ങുന്നതിന് ചൈന നടപടികൾ സ്വീകരിച്ചിരുന്നു. കൂടിക്കാഴ്ച ഫലപ്രദമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയെ വീണ്ടും മഹത്വവൽക്കരിക്കുന്നതിന് ചൈനയുടെ വികസനം തടസ്സമല്ലെന്ന് ഷീ ജിൻപിങ് പ്രതികരിച്ചതായി ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ ഇനി മുതൽ ലഭിക്കുന്നത് പാസ്പോർട്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള RFID ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകളുടെ വിതരണം ആരംഭിച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള പാസ്പോർട്ടുകൾ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും വ്യാജ പാസ്പോർട്ടുകൾ, പാസ്പോർട്ടിലെ തിരുത്തലുകൾ എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ഇന്ത്യൻ എംബസിയുടെ ചാർജ് d'affaires അമർനാഥും പറഞ്ഞു. ഒക്ടോബർ 28 മുതൽ പുതിയ പാസ്പോർട്ടിനോ പാസ്പോർട്ട് പുതുക്കാനോ അപേക്ഷകൾ നൽകുന്നവർക്ക് ലഭിക്കുക പാസ്പോർട്ട് ആയിരിക്കും. പാസ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന ചിപ്പിൽ പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങൾ ഡിജിറ്റലായും രേഖപ്പെടുത്തും. പുതുക്കിയ പാസ്പോർട്ട് സേവാ പോർട്ടൽ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിൽ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതുമാണ്. പുതിയ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളിൽ മാറ്റമില്ലെങ്കിൽ പഴയ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് 2 മിനിറ്റിനുള്ളിൽ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ നിലവിലെ പാസ്പോർട്ടുകളുടെ കാലാവധി അവസാനിക്കും വരെ സാധുവായിരിക്കുമെന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. ഒക്ടോബർ 28 മുൻപ് അപേക്ഷ നൽകിയവർക്ക് ആവശ്യമെങ്കിൽ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം. The biggest enhancement in the e-passport is the embedded chip which will be there, which is an added security feature. It is essentially nothing but the digital copy of the information that is otherwise contained physically in the passport, actually. So
Now, what that means is that if somebody tries to forge the passport or fake the passport, it will be easily detectable when they, travel across immigrations, because the physical information in the passport, when the passport is scanned through at the immigration, it has to match the digital information that is contained in the chip. So this is a very, very important feature. പാസ്പോർട്ട് അപേക്ഷകൾക്ക് നിലവിലെ നിരക്ക് തന്നെയാകും ഈടാക്കുക. വേഗത്തിൽ പാസ്പോർട്ട് ലഭിക്കുന്ന തത്കാൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തുടർന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, ദുബായ്. UAE-ലെ ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതി നടപ്പാക്കിയതിനെ സ്വാഗതം ചെയ്ത് പ്രവാസികൾ കൂടുതൽ സുരക്ഷിതത്വമുള്ള പാസ്പോർട്ട് അവതരിപ്പിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകളെ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയും മാറുകയാണെന്നതിന്റെ സൂചനയാണെന്ന് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് അമൃത ടിവിയോട് പറഞ്ഞു. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാകുമെന്നതും സുപ്രധാനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാസ്പോർട്ടിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ചിപ്പിൽ കണ്ടെയ്ൻ ചെയ്ത് വരികയാണ്. ആ ചിപ്പിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നു. ഇനിയിപ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പാസ്പോർട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ചിപ്പ് ഉണ്ടായിരിക്കും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഒരു സിസ്റ്റത്തിൽ വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാൻ പറ്റും, ഹാസൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ വരാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ നല്ല വിപ്ലവകരമായ ഒരു മാറ്റമാണ്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. പൊതുഗതാഗത മേഖലയുടെ നവീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന UITP ഉച്ചകോടിക്ക് ദുബായ് വേദിയാകുന്നു. അടുത്ത വർഷം ഏപ്രിൽ 21 മുതൽ 23 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് സുപ്രധാനമായ സമ്മേളനം നടക്കുക. ലോകത്തിലെ ഏറ്റവും ആധുനികവും മികച്ചതുമായ പൊതുഗതാഗത സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി. ദുബായ് നഗരത്തിന് യോജിച്ച സംവിധാനങ്ങളെ പ്രാവർത്തികമാക്കുമെന്നും ദുബായ് RTA ഡയറക്ടർ ജനറൽ മാത്തർ അൽ തയ്യാർ പറഞ്ഞു. 15 വർഷത്തിന് ശേഷമാണ് UITP സമ്മേളനത്തിന് ദുബായ് വേദിയാകുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങളുടെ രാജ്യാന്തര കൂട്ടായ്മയായ UITPയുടെ 140-ാം വാർഷിക സമ്മേളനം കൂടിയാകും ദുബായിൽ നടക്കുന്ന ഉച്ചകോടി. UAE-ൽ മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ സേവനവുമായി ബന്ധപ്പെട്ട ഫീസുകൾ തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. വിവിധ ബാങ്കുകളുമായി സഹകരിച്ചാണ് ഈ നീക്കം. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പിഴകളും ഫീസുകളും തവണകളായി അടയ്ക്കാൻ സാധിക്കും. എമിറേറ്റ്സ് NBD, റാക്ക് ബാങ്ക്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ്, കൊമേഴ്സ്യൽ ബാങ്ക് ഇന്റർനാഷണൽ, മഷ്റഖ് ബാങ്ക് എന്നീ ബാങ്കുകളുമായി സഹകരിച്ചാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനികളുടെയും വ്യക്തികളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനാണ് തവണ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും സമാനമായ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും തടയാൻ കുവൈറ്റ് മന്ത്രിസഭ പുതിയ നിയമത്തിന് അംഗീകാരം നൽകി. പുതിയ നിയമത്തിന്റെ ഭാഗമായി സൈനിക സിവിൽ ജീവനക്കാർക്ക് ക്രമരഹിതമായ മയക്കുമരുന്ന് പരിശോധന നടത്തും. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ്, വിവാഹം എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നിർബന്ധിത പരിശോധനയും ഉണ്ടാകും. ഗുരുതരമായ കേസുകളിൽ വധശിക്ഷ അടക്കമുള്ള കടുത്ത ശിക്ഷകളും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നിയമം പ്രാബല്യത്തിൽ വരും. ഖത്തറിലെ ദോഹയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഖത്തർ ചേംബർ ഫസ്റ്റ് വൈസ് ചെയർമാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഥോർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ഖത്തർ ചേംബർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബ്ദുൾ റഹ്മാൻ അൽ അൻസാരി, ഷഹീൻ മുഹമ്മദ് അൽ മുഹന്നദി, ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി വിപുൽ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ്, CV റപ്പായി എന്നിവരും സംബന്ധിച്ചു. കുവൈറ്റിൽ പ്രവാസികളുടെ മെഡിക്കൽ പരിശോധനയ്ക്കായുള്ള രക്തസാമ്പിളുകളിൽ കൃത്രിമം നടത്തിയ ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള 9 പ്രവാസികൾക്ക് 10 വർഷം തടവ്. കോടതിയിൽ ഹാജരായ 5 പ്രതികൾക്കും മറ്റ് 4 പ്രതികൾക്ക് അവരുടെ അഭാവത്തിലുമാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കേസിൽ പിടിയിലാകുന്നതിന് മുമ്പ് ഇവർ കുവൈറ്റിൽ നിന്നും കടന്നു കളഞ്ഞിരുന്നു. പ്രവാസി തൊഴിലാളികൾക്ക് ആരോഗ്യക്ഷമതാ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് 200 ദിനാർ വീതം കൈക്കൂലി വാങ്ങുകയും രക്തസാമ്പിളുകളിൽ തിരിമറി നടത്തിയെന്നുമാണ് കേസ്. എയ്ഡ്സ്, ക്ഷയം, ഹെപ്പറ്റൈറ്റിസ് വൈറസ് മുതലായ രോഗങ്ങൾ ബാധിച്ച പ്രവാസികൾക്കാണ് ആരോഗ്യക്ഷമതാ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് ഇവർ രക്തസാമ്പിളുകളിൽ കൃത്രിമം കാണിച്ചത്. ഇത്തരത്തിൽ കൃത്രിമമായ പരിശോധനാ ഫലം ലഭിച്ച പ്രവാസികളിൽ പുനഃപരിശോധന നടത്തിയതിനെ തുടർന്നാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. പ്രമുഖ ക്യാമറ നിർമ്മാതാക്കളായ നിക്കോൺ സെഡ് സിനിമാ നിരയിലെ ഏറ്റവും പുതിയ മോഡൽ മിഡിൽ ഈസ്റ്റ് വിപണിയിൽ അവതരിപ്പിച്ചു. ദുബായിൽ ഡെല സിറ്റി സെന്ററിലെ വോക്ക് സിനിമാസിൽ സംഘടിപ്പിച്ച റെഡ് കാർപ്പറ്റ് സിനിമാ പ്രീമിയറിലാണ് നിക്കോൺ സെഡ് R എന്ന പേരിലുള്ള പുതിയ ക്യാമറ അനാച്ഛാദനം ചെയ്തത്.
നിക്കോണിന്റെ റെഡ് ഡിജിറ്റൽ സിനിമയുമായുള്ള സഹകരണത്തിലാണ് ഇസഡ് സിനിമാ നിരയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ നിക്കോൺ ZR ഒരുക്കിയിട്ടുള്ളത്. നിക്കോൺ ZR പ്രീമിയർ എന്ന പരിപാടി കോമ്പാക്ട് സിനിമാ നിർമ്മാണത്തിൽ നിക്കോൺ ZRന്റെ സാധ്യതകളെ അവതരിപ്പിക്കുന്ന ചടങ്ങായി മാറി. നിക്കോൺ ZRൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഹ്രസ്വചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം കാണാൻ മാധ്യമപ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാർ, വീഡിയോഗ്രാഫർമാർ, പാർട്ണർമാർ, ക്രിയേറ്റേഴ്സ് എന്നിവർ എത്തിയിരുന്നു. ചലച്ചിത്ര നിർമ്മാണ നവീകരണത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നതാണ് ZR ക്യാമറയെന്ന് നിക്കോൺ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്ര മേനോൻ പറഞ്ഞു. റെഡിന്റെ ഒരു കൊളാബറേഷൻ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. പറയാൻ പറ്റില്ല, പക്ഷെ പല നമ്മുടെ പോപ്പുലർ ആക്ടേഴ്സ് നമ്മുടെ അടുത്ത് ക്യാമറ ചോദിച്ചു. അത് ഞങ്ങൾക്ക് തന്നെ വളരെ ഒരു വലിയൊരു ആസ്പിറേഷനാണ്. നിക്കോൺ റെഡ് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഐ തിങ്ക് എല്ലാവരെയും പ്രകാരം ഇറ്റ് വിൽ ഗോ എ ലോങ് വേ. പുതിയ തലമുറ ചലച്ചിത്ര നിർമ്മാതാക്കളെയും കണ്ടന്റ് ക്രിയേറ്റർമാരെയും പ്രൊഫഷണലുകളെയും അവരുടെ കണ്ടന്റുകൾ ഗുണനിലവാരത്തോടെ അവതരിപ്പിക്കാൻ നിക്കോൺ ZR പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് പ്രകാശ സാഹചര്യത്തിലും ദൃശ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ് നിക്കോൺ ZR ക്യാമറയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ഒപ്പം 32-ബിറ്റ് ഫ്ലോട്ട് ഓഡിയോ റെക്കോർഡിംഗ് സൗകര്യമുള്ള ലോകത്തിലെ ആദ്യ ഇന്റർചേഞ്ചബിൾ ലെൻസ് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന ബഹുമതിയും നിക്കോൺ ZR സ്വന്തമാക്കി. അമൃത ന്യൂസ്, ദുബായ്. റിയാദ് തലശ്ശേരി മണ്ഡലം വെൽഫെയർ അസോസിയേഷൻ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അദ്നാൻ മഹ്ഫിൽ 2025 സംഘടിപ്പിച്ചു. ഫ്ലെമിംഗോ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗീത നിശയിൽ കേരളത്തിൽ നിന്നുള്ള പ്രശസ്ത ഗായകരായ ആബിദ് കണ്ണൂർ, സജലി സലീം എന്നിവരോടൊപ്പം റിയാദിലെ ഗായകരായ അബ്ദുൽ കബീർ, ഉമ്മർ ഫിറോസ് എന്നിവർ പങ്കെടുത്ത പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പരിപാടിയിൽ ഡോക്യുമെന്ററി മുഹമ്മദ് സലീം, PV, റഹ്സാദ് വാഴയിൽ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻ ഭാരവാഹികളെ ആദരിച്ചു. പ്രസിഡന്റ് തൻവീർ ഹാഷിം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നടന്ന പാചക മത്സരം, കുട്ടികളുടെ ഫാഷൻ ഷോ, ഒപ്പന, അറബിക് ഡാൻസ്, ഹുല ഹൂപ്പ് ഡാൻസ്, ഡാൻഡിയ തുടങ്ങിയ പരിപാടികൾ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ജിദ്ദ കോട്ടക്കൽ മണ്ഡലം KMCC സജ്ജം 2025 എന്ന പേരിൽ പഠന ക്ലാസും കൺവെൻഷനും സംഘടിപ്പിച്ചു. ഷറഫിയ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ വിവിധ സെക്ഷനുകളായി നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സ്വത്ത് സാമുദായിക രാഷ്ട്രീയവും മുസ്ലിം ലീഗും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുഞ്ഞാലി കുമാളിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ജിദ്ദ സെൻട്രൽ KMCC സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇല്യാസ് കല്ലിങ്ങൽ, കൊട്ടീരി മജീദ്, നാസർ വെളിയങ്കോട് എന്നിവർ സംസാരിച്ചു. കുവൈറ്റിലെ ഒരു അറവുശാലയിൽ ശീതീകരിച്ച ഇന്ത്യൻ പോത്തിറച്ചി ഓസ്ട്രേലിയൻ ആട്ടിറച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തി. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വ്യാജ ബില്ലുകളും ഇൻവോയ്സുകളും ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ശീതീകരിച്ച ബീഫാണ് പ്രീമിയം ഓസ്ട്രേലിയൻ ആട്ടിറച്ചി എന്ന വ്യാജേന വിൽപ്പന നടത്തിയത്. അധികൃതർ മുഴുവൻ മാംസവും കണ്ടെത്തി നശിപ്പിക്കുകയും സ്ഥാപനം പൂട്ടിക്കുകയും ചെയ്തു. ഉപഭോക്താക്കളെ വഞ്ചിച്ചതിനും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സൗദി സെൻട്രൽ ബാങ്ക് വായ്പാ നിരക്കുകൾ 25 ബേസിസ് പോയിന്റ് തോതിൽ കുറച്ചു. റിപ്പോ നിരക്ക് 4.50%, റിവേഴ്സ് റിപ്പോ നിരക്ക് 4%-ആയാണ് കുറച്ചത്. ആഗോളതലത്തിലെ പണസ്ഥിരത കാത്തുസൂക്ഷിക്കാനുള്ള ലക്ഷ്യത്തിന് അനുസൃതമായാണ് വായ്പാ നിരക്കുകൾ കുറച്ചതെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. അമേരിക്കൻ ഫെഡറൽ റിസർവ് വായ്പാ നിരക്കുകൾ കുറച്ചതിനെ തുടർന്നാണ് സൗദി സെൻട്രൽ ബാങ്കും വായ്പാ നിരക്കുകൾ കുറച്ചത്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ നടന്ന ത്രികക്ഷി യോഗത്തിൽ സിറിയ കൊസോവോയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറലും കൊസോവ പ്രസിഡന്റ് വിജോസ ഒസ്മാനി സാദ്രിയും നടത്തിയ ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്കിടെയാണ് സിറിയ കൊസോവോയെ ഔദ്യോഗികമായി അംഗീകരിച്ചതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. പരസ്പര അംഗീകാരവും ധാരണയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള വഴികൾ തുറക്കുന്നതും ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ കേന്ദ്രീകരിച്ചാണ് ത്രികക്ഷി കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ നടന്നത്. സൗദി ദേശീയ ഭാവി പദ്ധതിയിലെ എക്സ്പോ 2030 റിയാദിൽ പങ്കെടുക്കാൻ 197 രാജ്യങ്ങളെ ക്ഷണിക്കുമെന്ന് എക്സ്പോ 2030 റിയാദ് കമ്പനി CEO തൊലാൽ അൽമരി അറിയിച്ചു. 4.2 കോടി സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന എക്സ്പോയ്ക്കായി 60 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലം അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. റിയാദിൽ നടക്കുന്ന 9ാമത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സ്പോയ്ക്കായി നിർമ്മാണ ജോലികൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും.
ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.